വിയർക്കും മഴവില്ല് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഒരു ചെറുകഥയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേപോലെ അനായാസം എഴുതിയിരുന്ന മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയുടെ അമ്മ എന്ന ചെറുകഥ. മാധവിക്കുട്ടിയുടെ പല കഥകളിലും അമ്മമാർ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. കോലാട്, നെയ്പ്പായസം എന്നിങ്ങനെ ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ഇംഗ്ലീഷിൽ കവിതകളും കമലാദാസ് എന്ന പേരിൽ കവിതകളും മലയാളത്തിൽ കഥകളും നോവലുകളുമാണ് മാധവിക്കുട്ടി എഴുതിയിരുന്നത്. കൽക്കട്ടയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അവർക്ക് മലയാളം അത്ര വഴങ്ങുന്ന ഒന്നല്ല. എങ്കിൽ പോലും അവർ തൻ്റെ ഭാഷ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ, അതുപോലെ നീർമാതളം പൂത്തകാലം തുടങ്ങിയ പുസ്തകങ്ങൾ അവരുടെ ബാല്യകാല അനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലുകളാണ്. ധാരാളം ഒന്നാന്തരം ചെറുകഥകളും നോവലുകളും അവർ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അമ്മ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം അമ്മയാണ്. അതിനു മുൻപ് ഈ പാഠത്തിനൊരു പ്രവേശകം നൽകിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു പോകാം. ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. എന്താ അതിനർത്ഥം? ഹൃദയത്തിൽ എങ്ങനെ തൊടുവാൻ പറ്റുക? നമുക്കറിയാലോ, നമ്മുടെ വിരലുകൾക്ക് ഒരിക്കലും ഹൃദയത്തിൽ തൊടുവാൻ പറ്റില്ല. പക്ഷെ ഹൃദയത്തിൽ തൊടുന്നു, അതൊരു ശൈലിയാണ് അല്ലേ? നമ്മളെ സ്പർശിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, നമ്മുടെ മനസ്സുകളെ ആനന്ദിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു എന്നാണ്. സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു എന്നാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നതും മനോഹരമാകുന്നതും പരിഗണിക്കപ്പെടുമ്പോഴാണ്, മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുമ്പോഴാണ് എന്നാണ്. അത്തരത്തിലുള്ള ചില സൂചനകളിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. കഥയിൽ ചെറിയ ഒരു സംഭവമാണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. ഒരമ്മ. ഈ കഥയുടെ പശ്ചാത്തലം നമ്മുടെ നാടല്ല, കേരളമല്ല, ഒരുപക്ഷെ കൽക്കട്ടയാവാം. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങുന്ന ഒരമ്മ. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങുമ്പോൾ ആ കാലമൊക്കെ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാം. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങുന്ന ഒരു കാലം. ഒരു വയസ്സായ സ്ത്രീയെ ഒരു കാറ് തള്ളിയിട്ടു. അവർ വല്ലാതെ അവശതയായി അവിടെ കിടന്നു. ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കിടന്നു എന്നാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ ഓടി വരുന്നു. ഒരു പാൽക്കാരൻ, ബോലേറാം എന്ന് പേരുള്ള ഒരു പാൽക്കാരൻ, സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ. അയാൾ അമ്മയെ ചേർത്ത് പിടിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അല്ലേ, ആരെങ്കിലും തൊടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തുടക്കത്തിൽ ഒരു പ്രവേശകത്തിൽ ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. അമ്മയുടെ ഹൃദയത്തിൽ തൊട്ടതാണ് ആ പാൽക്കാരൻ. അയാൾ ഓടി വരുന്നു. സ്വന്തം അമ്മയെ എന്ന പോലെ അമ്മയെ ആശുപത്രിയിലാക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വരുന്നു. അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് നിർവഹിക്കാനുള്ള തിരക്കിലാണ്. അയാൾക്ക് അവിടെ കാര്യങ്ങളും കണക്കുകളും, നമുക്കറിയാം, ഒരു അപകടം ഉണ്ടായ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ദൃക്സാക്ഷികളെ തപ്പാനും സഹായിക്കാനും വന്നവരെ പെടുത്താനുമുള്ള ചില വ്യവസ്ഥിതികൾ, ചില നിയമക്കുരുക്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെയുള്ള ഒരു പരിഹാസം അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ പോലീസുകാരനെ പോലും പേടിക്കാതെ നമ്മുടെ ബോലേറാം ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നു. ആ ടാക്സി ഡ്രൈവറും നല്ലൊരു മനുഷ്യനാണ്, ദയാലുവായ ഒരു മനുഷ്യനാണ്. ആശുപത്രിയിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഡോക്ടറെയാണ്. ഡോക്ടറും നല്ലൊരു മനുഷ്യനാണ്. ഹൃദയത്തിൽ തൊട്ട മനുഷ്യരാണ് അവരെല്ലാവരും. പോലീസുകാരൻ മാത്രമാണ് ആ കഥയിൽ ഹൃദയത്തിൽ തൊടാതെ മാറി നിന്നത്. അത് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ടാകാം എന്നാണ്. അയാൾ വീട്ടിൽ കൊണ്ടാക്കുന്നു അമ്മയെ അവർ. പക്ഷെ അപ്പോഴും അമ്മ തൻ്റെ മക്കളെക്കുറിച്ചോ തൻ്റെ വീടിനെക്കുറിച്ചോ ഒന്നും അവരോട് സംസാരിക്കുന്നില്ല. അമ്മ തനിച്ചാണ് താമസിക്കുന്നത്. മക്കളെല്ലാം എവിടെയോ ആണ്. അവരുടെ ജോലി തേടി, ജീവിതം തേടി അവരവിടെ സുഖമായി ജീവിക്കുന്നു. ഈ വീട്ടിൽ അമ്മ തനിച്ചാണ്, അമ്മയ്ക്ക് ആരുമില്ല. പക്ഷെ എങ്കിൽ പോലും അത് മറ്റുള്ളവരെ അറിയിച്ച് തൻ്റെ മക്കളെ മോശക്കാരാക്കാൻ അമ്മ ശ്രമിക്കുന്നില്ല. സഹായിച്ചവർ തിരിച്ചു പോയപ്പോൾ ആ വീട്ടിൽ അമ്മ തനിച്ചാകുന്നു. വീട്ടിലെ സാഹചര്യങ്ങളും വളരെ ദരിദ്രമാണ്. അവിടെ വെള്ളമില്ല, അമ്മയ്ക്കൊന്ന് നേരെ ചൊവ്വേ കിടക്കാനുള്ള സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ ആരും തന്നെ സഹായിക്കാനില്ല. നിസ്സഹായിയായി തീർന്ന ഒരമ്മയാണ്. അമ്മ തൻ്റെ മനസ്സുകൊണ്ട് മരണം ആഗ്രഹിക്കുകയാണ്. താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ഭൂമിയിൽ തനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയിൽ, ആരെയും പഠിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ ഭൂമിയെ പോലെ സർവസഹയായി ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന അത്രയും സാധുവായ ഒരമ്മ, ശപിക്കാൻ അറിയാത്ത ഒരു പാവമമ്മ. അതിനിടയ്ക്ക് അമ്മ ചിന്തിക്കുന്നുണ്ട്, ആ കറുത്ത കാറിന് അതറിയാമായിരുന്നു എന്നാണ്. അത് ആ കഥയുടെ ഒരു സൂചനയാണ്. മരണം അടുത്തു എന്നും അമ്മയെ കൊണ്ട് ഇനി ഒരു ആവശ്യവുമില്ലെന്നും കറുത്ത കാറിന് അറിയാമായിരുന്നു. അമ്മയുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പൂർത്തിയാക്കി ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട സമയമായി എന്ന് കാറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ കാറ് തന്നെ വീഴ്ത്തിയിട്ടതെന്ന് അമ്മ ചിന്തിക്കുന്നു. ഒരു പക്ഷേ
ഇത്തരം അമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്ന, മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാർ നമ്മുടെ നാട്ടിൽ ധാരാളമായുണ്ട്. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാതെ വ്യസനിക്കുന്ന അമ്മമാർ, എങ്കിലും ശപിക്കാൻ നാവുയരാത്ത അമ്മമാരുടെ പ്രതീകമാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലെ അമ്മയും. പാൽക്കാരൻ അമ്മേ എന്ന് വിളിച്ചപ്പോൾ അവർ ഭൂതകാലത്തിലേക്ക് അറിയാതെ ഉളിയിടുന്നുണ്ട്. 10 വയസ്സായ തൻ്റെ മകൻ അമ്മയെ എന്ന് വിളിച്ചതും ആ പഴയ കാലം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്, വേദനിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാലത്ത് അവർ തന്നെ സ്നേഹിച്ചിരുന്നു എന്ന ചിന്ത അവരെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്. അമ്മേ എന്ന വിളി അവരെ അവരുടെ കഴിഞ്ഞ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവരുടെ മുറിവുകളെ ഉണക്കാനും അവരുടെ സങ്കടങ്ങളെ അതിജീവിക്കാനും അവരെ ശക്തരാക്കുന്നുണ്ട്. മാതൃത്വത്തിൻ്റെ ഒരു ശക്തി ഉപേക്ഷിക്കപ്പെടുമ്പോഴും അത് എത്ര വലുതാണെന്ന് കഥ കാണിച്ചു തരുന്നു. കഥയിലെ ചില പ്രയോഗങ്ങൾ, സവിശേഷമായ ചില പ്രയോഗങ്ങളുണ്ട്. ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്ന അമ്മ, ആർക്കും വേണ്ടാതെ. മറ്റൊന്ന്, വെളുത്ത സാരിയിൽ ചുവന്ന വൃത്തം വളർന്ന് വികസിച്ചു വരുന്നു എന്നാണ്. അതുപോലെ പറയുന്നുണ്ട്, രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ എന്നാണ്. കാരണം വൃദ്ധാവസ്ഥയിലെത്തിയിട്ടും ആ രക്തത്തിന് മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. അവർ മരണം കാത്തുകിടന്ന സൂചനകളുമുണ്ട്. നോക്കൂ, അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. മരണം കാത്തുകിടക്കുകയാണ്. ഒരു വൃക്ഷത്തെ പോലെ എല്ലാം ചെയ്തു തീർന്ന് എല്ലാം നൽകി അവസാനിച്ച ഒരു വൃക്ഷത്തെ പോലെ അവർ മരണം കാത്തുകിടക്കും. ഈ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായ ബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ളത്. അമ്മമാർക്ക് ഒരിക്കലും മക്കളെ വെറുക്കാനോ ശപിക്കാനോ കഴിയില്ല. അപവാദങ്ങൾ ഉണ്ടാകാം എങ്കിലും, കാരണം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് മക്കൾ. എന്നാൽ വളർന്നു വലുതാകുമ്പോൾ മക്കൾ പലപ്പോഴും അമ്മമാരെ മറന്നു പോകുന്നു, അവരെ ഉപേക്ഷിക്കുന്നു. അവർക്ക് ലഭിച്ച പരിഗണനകൾ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എങ്കിലും പരാതിയില്ലാതെ ജീവിക്കുന്ന അമ്മമാർ നമ്മുടെ ഭൂമിയിലുണ്ട്. ഒറ്റപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന, അനാഥരാക്കപ്പെടുന്ന, പരിഗണനകൾ ലഭിക്കാതെ പോകുന്ന, വാർദ്ധക്യാവസ്ഥയിൽ ജീവിതം ദുരിതമായി മാറുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ ഒരു പ്രതീകമായി ഈ കഥയിലെ അമ്മയും മാറുന്നു. ഈ കഥ നമ്മളോട് സംവദിക്കുന്നത് ഇതാണ്: അമ്മ എന്നത് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണെന്നും അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണെന്നും ഏതവസ്ഥയിലും അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുമുള്ള വലിയ ഒരു സന്ദേശമാണ് കഥ പകരുന്നത്. അമ്മ എന്ന ഭാവം കഥയിൽ പലയിടത്തും തെളിയുന്നുണ്ട്. നോക്കൂ, അമ്മേ എന്ന വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. പ്രിയപ്പെട്ട അമ്മ എന്ന വിളി കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഒരമ്മ. ഈ കഥയിൽ നമ്മൾ കണ്ടെത്തുന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രം പാൽക്കാരൻ തന്നെയാണ്. അയാളൊരു സാധാരണക്കാരനാണ്. പാൽക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സാധാരണമായ ഒരു ജോലി ചെയ്തു പോകുന്ന ഒരാളാണ്. അയാൾ ഒരു വൃദ്ധ വീഴുന്നത് കണ്ടിട്ട് ഓടിയെത്തുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ കാഴ്ചക്കാരനായി മാറി നിൽക്കാമായിരുന്നു, കാണാത്ത മട്ടിൽ പാലുമായി അയാൾക്ക് പോകാമായിരുന്നു. പക്ഷേ അയാളത് ചെയ്യുന്നില്ല. ഓടിയെത്തുന്നു, അമ്മയെ എന്ന പോലെ അവരെ പരിഗണിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ടാക്സി ഡ്രൈവറും ഹൃദയാലുവായ ഒരു മനുഷ്യനാണ്. ഉള്ളിൽ മഴവിലുള്ള മനുഷ്യരാണ് അവർ. ഡോക്ടറും അങ്ങനെ തന്നെയാണ് അമ്മയോട് പെരുമാറുന്നത്. ആരും മോശമായി അമ്മയോട് പെരുമാറുന്നില്ല. അമ്മയോട് ഏറ്റവും മോശമായി പെരുമാറിയത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അമ്മ ഏറെ സ്നേഹിച്ച അമ്മയുടെ മക്കൾ മാത്രമാണ്. അവർക്ക് തന്നെ വേണ്ട എന്ന തോന്നലിലാണ് ഇനി ജീവിക്കണ്ട എന്ന ചിന്ത പരാതികളില്ലാതെ അമ്മ ഏറ്റെടുക്കുന്നത്. ചോദ്യങ്ങൾ: 5 or 6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു? അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ? കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. വർത്തമാനകാല സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ചില ഈ സൂചനകളിലൂടെ വ്യക്തമാണ്. അമ്മ തൻ്റെ മക്കളെ വളർത്തിയ ഒരു പഴയ കാലം, അല്ലേ? മക്കൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഒരു കുടുംബമായി ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഊഷ്മളമായ ഒരു സ്നേഹകാലം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അച്ഛൻ, അമ്മ, മക്കൾ അവർ ജീവിക്കുന്ന ഒരു കാലം. അവർ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ജോലി കിട്ടി കുറച്ച് കാലത്തേക്കുള്ളൊരു കാലം. പിന്നീട് ജോലി തേടിയും അല്ലാതെയും വിവാഹം കഴിച്ചും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ, ഇല്ലാതായി പോകുന്ന ബന്ധങ്ങൾ,
ഊഷ്മളമായ ബന്ധങ്ങൾ വർത്തമാനകാല സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇന്ന് നമ്മുടെ നാടിനെക്കുറിച്ച് പറയാറുള്ളത് തന്നെ കേരളം വൃദ്ധരുടെ സങ്കേതമാണെന്നാണ്. കാരണം മക്കളൊക്കെ ചെറുപ്പക്കാരും യുവാക്കളും കുടുംബങ്ങളും പുറം രാജ്യങ്ങളിൽ കൂടുകൂട്ടുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ വൃദ്ധരുടെ സമൂഹമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇവിടെ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല. കുറച്ചു കാലത്തേക്ക് മാത്രം ഊഷ്മളമായ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചിറകുകൾ മുളയ്ക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കൂട് തേടി പോകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കളെ ഓർമ്മിക്കാനോ സ്നേഹിക്കാനോ പരിഗണിക്കാനോ സമയമില്ലാതെ അതാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് വർത്തമാനകാലം നേരിടുന്നത്. അവർക്ക് ധാരാളം പണം അയച്ചു കൊടുക്കുക, അവരെ നോക്കാൻ ചിലപ്പോൾ പൈസ ഉള്ളവരാണെങ്കിൽ ഹോം നേഴ്സിനെ വെച്ചേക്കാം. ഈ അമ്മയെ പോലുള്ളവരാണെങ്കിൽ ആരുമില്ല, അനാഥരാകാം. പക്ഷെ അതൊന്നും മക്കൾക്ക് അവരുടെ ഉത്തരവാദിത്വമായി രക്ഷിതാക്കളെ സംരക്ഷിക്കണമെന്നത് അവരുടെ ഉത്തരവാദിത്വമായി ഒരിക്കലും അവർ കണക്കാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കഥ. രണ്ടാമത്തെ ചോദ്യം, പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം. വളരെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ കഥയിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദയാലുവായ ഉള്ളിൽ മഴവിലുള്ള കഥാപാത്രമാണ് പാൽക്കാരൻ ബോലാറാം. കാരണം അമ്മ വീഴുന്നത് കണ്ട് ഓടിയെത്തുന്നു, അമ്മയെ സഹായിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് അവസരമില്ലാതെ യാതൊരു ഔചിത്യവുമില്ലാതെ സംസാരിക്കുന്ന പോലീസുകാരനാണെങ്കിൽ പോലും അയാളെ ഭയപ്പെടുന്നില്ല, അയാളോട് പറഞ്ഞു വാദിക്കുകയാണ്. അയാളെ കൂടി തൻ്റെ പക്ഷത്തേക്കാക്കാൻ ആ പാൽക്കാരന് സാധിക്കുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവറെ കണ്ടെത്തി അയാളെ ആശുപത്രിയിൽ പണം കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ എത്ര ഹൃദയാലുവായ ഒരു മനുഷ്യനായി, സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായി പാൽക്കാരൻ മാറുന്നുണ്ട്. നല്ല കഥാപാത്രമാണ് പാൽക്കാരൻ. ദയാലുവാണ്, കരുണയുള്ളവനാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഒരിക്കലും അയക്കില്ല എന്ന് പറയുമ്പോൾ അമ്മയോടുള്ള അയാൾക്ക് സ്നേഹം വ്യക്തമാണ്. അതോടൊപ്പം അമ്മയുടെ പ്രായമുള്ള മറ്റൊരു സാധു സ്ത്രീയോട് അയാൾ കാണിക്കുന്ന കരുണയും മാതൃകാപരം തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗം, ഈ പ്രയോഗത്തിൻ്റെ ആശയം ഇതാണ്. ഒരു മരം അതിന് ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്, അതല്ലേ? അത് മുളച്ച് വളർന്ന് വലിയ മരമായി ധാരാളം കിളികൾക്ക് കൂടായി, പൂക്കളുണ്ടാവുന്നതാണെങ്കിൽ പൂക്കൾ നൽകി, ഫലങ്ങൾ നൽകുന്നതാണെങ്കിൽ ഫലങ്ങൾ നൽകി, തണൽ നൽകി, അല്ലേ? ഈ മണ്ണിനെ കുറേ കാലം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് ഓക്സിജൻ നൽകി, വെള്ളം നൽകി കാത്തതിന് ശേഷം ഒരു കാലം കഴിയുമ്പോൾ ആ മരത്തിനും കൊഴിയാതെ വയ്യ, ആ മരത്തിനും വീഴാതെ വയ്യ, അതിൻ്റെ വേരുകൾക്കും അടരാതെ വയ്യ. അതുപോലെ ആ വേരടർന്ന് ഇല്ലാതായി ആ മരവും നിലത്ത് വീണ് വിറകായി അവശേഷിക്കുന്നു. അതുപോലെ ഈ അമ്മയുടെ ജീവിതം പുഷ്കലമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അമ്മയ്ക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. അമ്മയുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ എല്ലാം അമ്മ ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം ഇനി ഒരു മടക്കത്തിനൊരുങ്ങുന്ന ശാന്തമായൊരവസ്ഥയിലേക്ക് അമ്മ മാറുന്നതാണ് ഈ സൂചനയിലൂടെ വ്യക്തമാകുന്നത്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ കഥയിൽ ധാരാളം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പൊളിഞ്ഞ പാവയെ പോലെ വീണ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സഹായയായ അമ്മയുടെ ഒരു ചിത്രം നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വെളുത്ത സാരി ചുവന്ന വൃത്തം വരച്ചു എന്ന് പറയും, അതും ഒരു ഇതാണ്, അല്ലേ? അമ്മയുടെ മരണസൂചനകളോ അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ ഭീകരതയോ ഒക്കെ കാണിക്കാൻ വേണ്ടി ആ പ്രയോഗത്തിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അമ്മ പലപ്പോഴും അമ്മയുടെ ഓർമ്മകളിൽ അമ്മയെന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ, ഡോക്ടറാകട്ടെ പാൽക്കാരനാകട്ടെ, അമ്മ സ്വയം അറിയാതെ അമ്മയുടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഉളിയിടുകയും ആ പഴയ മക്കളോടുമൊത്ത് ഉണ്ടായിരുന്ന ആ ഒരു നല്ല കാലം അവരെ കൊതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും അത് ഉണ്ടാവുകയില്ല എന്നുള്ള പ്രതീക്ഷ, ഒരു സങ്കടമാണ് മരണത്തിലേക്ക് വീഴാൻ അവർ തീരുമാനിച്ചത് തന്നെ, അല്ലെങ്കിൽ മരണം കാക്കാനുള്ളൊരു മനസ്സ്, നിർവികാരമായൊരു മനസ്സ് അവർക്കുണ്ടാകാൻ കാരണം ആ അമ്മ എന്ന ഇതിലെ പ്രയോഗം വെറും പ്രയോഗമല്ല. ആ അമ്മ എന്നുള്ള ഓരോ വാക്കിലും ശക്തമായ ബിംബമായി അത് മാറുന്നുണ്ട്. ഭൂതകാലത്തിലും നഷ്ടപ്പെട്ട വർത്തമാനകാലത്തിൻ്റെയും അടയാളമായി അമ്മ എന്ന പ്രയോഗമാണ് ഏറ്റവും ശക്തമായി കഥയിൽ നിറയുന്നത്. അമ്മയുടെ എന്തെല്ലാം സവിശേഷതകൾ ഈ പാഠത്തിൽ തെളിയുന്നു എന്നാണ്. കാരണം മക്കളെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും അമ്മ തയ്യാറല്ല. തൻ്റെ മക്കൾ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് അവരൊരിടത്തും പറയുന്നില്ല. അവരതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അത്രയ്ക്ക് അധികം മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയാണത്. മക്കളില്ല, ഇപ്പം അടുത്തില്ലെന്നും ഒരു പരിഗണനയും തനിക്ക് ലഭിക്കുന്നില്ലെന്നും അങ്ങനെ തൻ്റെ മക്കൾ നാണക്കേട് അനുഭവിക്കരുതെന്നും സമൂഹത്തിൻ്റെ മുൻപിൽ അവർ ഒരിക്കലും തല താഴ്ത്തി നിൽക്കരുതെന്നും അമ്മ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ വേദനിച്ചിട്ടും സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപാത്രങ്ങളാക്കാനോ തയ്യാറാകാത്ത ഒരമ്മയുടെ ഹൃദയാലുത്വമുള്ള ഒരു മനസ്സ് ഇവിടെ കാണാം. അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക, അതിൻ്റെ ഒരു കുറിപ്പ് ഞാൻ ഈ കമൻറ്റിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ നോക്കാം. അടുത്ത ചോദ്യത്തിൽ ഒരു വ്യാകരണമാണ്. ആ കാഴ്ച കണ്ടവർ പകച്ച് നിന്നുപോയി, ആ കാഴ്ച കണ്ടവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. നോക്കൂ, അത് ഒരേ വാക്കുകളാണ്, ഒരേ പ്രയോഗമാണ്, പക്ഷെ എന്തൊരു വ്യത്യാസമാണ്. ആദ്യത്തേതിൽ പകച്ച് നിന്നുപോയി എന്നാണ്. അവിടെ പോയി എന്നുള്ളത് പൂർണ്ണക്രിയയല്ല.
പകച്ച് നിന്നിട്ടേ ഉള്ളൂ, ആൾ പോയിട്ടില്ല, ആളവിടെ തന്നെ നിൽപ്പുണ്ട് അല്ലേ, പകച്ച് നിന്നു എന്നാണ്. പിന്നെ ആ നിന്നു എന്നുള്ള ക്രിയയാണ് പൂർണ്ണക്രിയ. ആ ക്രിയയെ സഹായിക്കാൻ വേണ്ടി കൂടെ ചേർക്കുന്ന സഹായക ക്രിയയാണ് പോയി എന്നുള്ളത്. അപ്പോൾ പോയി എന്നുള്ളത് അവിടെ ഒരു അപൂർണ ക്രിയയാണ്, അല്ലെങ്കിൽ സഹായക ക്രിയയാണ്. നിന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന കാര്യം. പകച്ച് നിന്നു, അവിടെ നിന്ന് പോയില്ല, അവിടെ തന്നെ നിന്നു. ആ നിന്നു പോയി എന്നുള്ളതിനെ ഒന്ന് ധ്വനിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ബലപ്പെടുത്താൻ ചേർക്കുന്ന സഹായക ക്രിയയാണ് പോയി എന്നുള്ളത്. പക്ഷെ രണ്ടാമത്തെ വാക്യം നോക്കൂ, ആ കാഴ്ച കണ്ടവർ വീട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ പോയി എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. അവിടെ ആളില്ല, ആൾ പോയി, തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തേതിൽ ഒരു സഹായക ക്രിയയാണ് പോയി ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ പോയി എന്നത് പൂർണ്ണക്രിയയാണ്. ഒരേ ക്രിയ തന്നെയാണ്, രണ്ട് തരത്തിലാണ് രണ്ട് ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. തിരക്കഥ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ദൃശ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് എഴുതാം. ശാസ്ത്രീയമായിട്ടൊന്നും നമുക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലും ആ ദൃശ്യങ്ങൾ, ഇതിനകത്ത് ഒത്തിരി ദൃശ്യങ്ങളുണ്ട്. ആ കറുത്ത മേഴ്സിഡസ് കാർ വരുന്നതും അമ്മയെ ഇടിച്ചിടുന്നതും പാൽക്കാരൻ ഓടി വരുന്നതും ആശുപത്രിയിലാക്കും, ഏതെങ്കിലും ഒരു രംഗം തിരക്കഥാരൂപത്തിൽ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ.